ഓലവായന പോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിമനോഹരമായ ചടങ്ങുകളിൽ ഒന്നാണ് തൃപ്പുക. ഭഗവാനെ ഉറക്കുന്നതിനായി നടത്തുന്ന ഈ ചടങ്ങിന് പിന്നിൽ ഭക്തിയും വിശ്വാസവും നിറഞ്ഞ വലിയൊരു ചരിത്രമുണ്ട്. ദിവസവും അത്താഴപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പാണ് തൃപ്പുക നടത്തുന്നത്. ഭഗവാനെ പള്ളിയറയിലേക്ക് വിശ്രമിക്കാനായി ആനയിക്കുന്ന സങ്കല്പമാണിത്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഭഗവാന്റെ പരമഭക്തനായ വില്ലുമംഗലം സ്വാമിയാർ ഒരു ദിവസം അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിലെത്തി. സാധാരണ ശ്രീകോവിലിൽ ഭഗവത് ചൈതന്യം ദർശിച്ചിരുന്ന വില്ലുമംഗലത്തിന് അന്ന് കാണാൻ സാധിച്ചത് അലങ്കാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് വളരെ ക്ഷീണിതനായ ഭഗവാനെയാണ്. ഉണ്ണിയായിരിക്കുന്ന ഭഗവാനല്ലേ അദ്ദേഹം ഇത്ര നേരം ഭക്തർക്ക് ദർശനം നൽകി ക്ഷീണിച്ചതാവാമെന്ന് കരുതി വില്ലുമംഗലം ഭഗവാന്റെ ക്ഷീണം മാറി സുഖമായി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കാൻ നിർദ്ദേശിച്ചതത്രേ. അന്നു മുതലാണ് കണ്ണനെ തൃപ്പുക നടത്താൻ തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം. സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ട് വെള്ളിപ്പാത്രത്തിൽ കനലിനു മുകളിലിട്ട് പുകയ്ക്കുന്നു. ഗുരുവായൂർ ക്ഷേത്ര നട അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അതിസുന്ദരമായ ചടങ്ങാണിത്.